ഹജ്ജിന് ഹെൽപ്പറായി പോകാൻ അനുവാദം കിട്ടിയ വ്യക്തി സൗജന്യമായി ഹജ്ജ് ചെയ്യുന്നതിൽ വല്ല അപാകതയുമുണ്ടോ എന്നാണ്. സൗദി ഗവൺമെൻറ് ഹജ്ജ് സീസണായി കഴിഞ്ഞാൽ റംസാൻ്റെ സമയത്തൊക്കെ ഉണ്ട് ഹാജിമാരെ ഖിദ്മത്ത് ചെയ്യുവാനും അതോടൊപ്പം അവർക്ക് നിശ്ചിതമായ ഒരു വേതന വ്യവസ്ഥയിൽ ജോലിക്കാരെ എടുക്കാറുണ്ട്. ഇവിടെ ആ ഒരു ഹജ്ജിൻ്റെ മാത്രമല്ല ഏതൊരു ജോലിക്കാരനാകട്ടെ ആ ജോലിക്കാരൻ അയാളിൽ നിക്ഷിപ്തമായ നിബന്ധനകൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ജോലിക്കാരനെ കുറിച്ച് പറഞ്ഞ കവിയുൻ അമീൻ എന്നല്ലോ, ശക്തവാനാണ്, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള കെൽപ്പ് ഉണ്ടായിരിക്കണം. അമീൻ, അയാൾ വിശ്വസ്തനുമായിരിക്കണം. ഇത്ര മണിക്കൂർ ജോലി ചെയ്യണം, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ പാലിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നിഷിദ്ധമായിത്തീരും. ഇപ്പോൾ ഹജ്ജ് സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രത്യേകമായ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ അവർക്ക് ഹജ്ജ് ചെയ്യുവാൻ അനുവാദം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ ചോദ്യകർത്താവ് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഹജ്ജ് കമ്മിറ്റി വഴി ഹെൽത്ത് ഹെൽപ്പർ എന്ന പ്രയോഗം ഇതിൽ കാണുന്നുണ്ട്. അങ്ങനെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായും അവർക്ക് ഹജ്ജ് ചെയ്യുവാൻ സാധിക്കും എന്ന രൂപത്തിലാണല്ലോ പോകുന്നത്. അവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ്. ഒന്ന്, ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലിക്ക് ഹജ്ജിൻ്റെ സമയത്ത് പ്രത്യേകമായ മസ്ജിദുൽ ഹറമിലും മസ്ജിദ് നബവിയിലൊക്കെ പ്രത്യേകമായ ജോലി റിക്രൂട്ട്മെൻറ്റ് ചെയ്യപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് ഹജ്ജ് ചെയ്യാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ഹജ്ജ് അവർ ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ആരെങ്കിലും അങ്ങനെ ഹജ്ജ് ചെയ്താൽ ഇസ്ലാമിൽ അയാൾക്ക് നിർബന്ധമായ ഹജ്ജ് ബാധ്യത വീടുന്നതാണ്. പക്ഷേ ഈ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയാളുടെ അമാനത്ത് പാലിച്ചില്ല എന്ന ഒരു തെറ്റ് അയാളുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത് ഇപ്പോൾ ഗവൺമെൻറ് സർവീസുള്ള ആളുകൾ സേവകന്മാരായി സർവീസിന് വേണ്ടി പോകാറുണ്ട്. അവർക്ക് സ്വാഭാവികമായി ഹജ്ജ് ചെയ്യുവാനുള്ള അനുവാദം ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അവർ പാലിക്കേണ്ട ഒരു കാര്യം, തനിക്ക് ഒരു ഹജ്ജ് ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമാകരുത്, മറ്റുള്ള ആളുകൾക്ക് സർവീസ് നടത്തുക, അവർക്ക് സേവനം ചെയ്യുക, അവർക്ക് ഖിദ്മത്തെടുക്കുക എന്ന ലേബലിൽ പോകുന്ന ഒരാൾ മക്കയിലെത്തുന്നതോടുകൂടി അതെല്ലാം മറന്ന് സ്വന്തം കാര്യം എന്ന തലത്തിലേക്ക് പോകരുത്. അതും ഈ പറഞ്ഞ പോലെ അമാനത്ത് ഇല്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് ഭയപ്പെടേണ്ടതുണ്ട്.